Hello everyone, welcome to Competitive Cracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2 മാനേജ്മെന്റ് ആസ്പിരൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ വളരെ റെലവൻ്റ് ആയിട്ട് ചോദിച്ച് കാണാറുള്ള ചില MCQs ആണ്. MCQ ഏരിയാസ് ആണ് ഫ്രം ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില MCQസും അതിൻ്റെ ആൻസറുകളും ആ ഒരു ടോപ്പിക് ഏരിയയും ഒക്കെ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിഫേഴ്സ് ഫ്രം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പ്രൈമർലി ഇൻ ടേംസ് ഓഫ്. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആസ് വി നോ ഒരു കൺട്രോളിംഗ് ഓണർഷിപ്പ് നേടിയെടുക്കുമ്പോഴാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത്. അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അവിടെ ഒരു എൻറ്റിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് വഴി ആ കമ്പനിയിലെ കൺട്രോളിംഗ് സ്റ്റേക്ക് നമ്മൾ നേടിയെടുക്കുകയാണ്. അതായത് ഈ കമ്പനിയുടെ റണ്ണിങ്ങിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ജസ്റ്റ് പ്രോഫിറ്റ്സ് മാത്രമല്ല, ലോങ് ഡ്യൂറേഷനിലേക്ക് നമ്മൾ ആ സ്റ്റേക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. വേറെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഷെയർസിൽ മാത്രമാണ്. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും റിട്ടേൺ നേടിയെടുക്കുക, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റ് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. അല്ലാതെ കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു കൺട്രോളിങ് സ്റ്റേക്കും ഇല്ല. അവിടെ വേണ്ടത് ഈ പറയുന്ന ഷെയറിൽ നിന്നൊന്നെങ്കിൽ ഡിവിഡൻഡ് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ അതുവഴിയുള്ള ബെനിഫിറ്റ് നേടിയെടുക്കുക, ഷെയർ വിറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ നമ്മളുടെ എയിമായിട്ട് വരുന്നത്. സോ അത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് അപ്പോൾ ഏതിലാണ്? ബേസിക് ഡിഫറൻസ് വരുന്നത് ഓണർഷിപ്പിലും കൺട്രോളിലുമാണ്. റൈറ്റ്, ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് കൺട്രോളും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലാണ് വരുന്നത്. റൈറ്റ്, which of the following is not a type of foreign direct investment by mode of entry? FDI അല്ലാത്തത് ഏതാണ്? സോ എൻട്രി മോഡ്സ് അനുസരിച്ച് FDIയുടെ ഭാഗമായിട്ട് പറയാൻ സാധിക്കാത്ത ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്? സ്ക്രാച്ചിൽ നിന്നും സീറോ ലെവലിൽ നിന്നും ഒരു ബിസിനസ് എൻറ്റിറ്റി നമ്മൾ ഫോറിൻ സോയിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നമ്മളുടേതായ ഒരു കമ്പനി സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രൊഡക്ഷൻ ഫെസിലിറ്റിയും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും സീറോയിൽ നിന്ന് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ അതിനെയാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ മെർജർ ആൻഡ് അക്വിസിഷൻ. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു എൻറ്റിറ്റിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന അവർ എൻറ്റിറ്റിയുമായിട്ട് നമ്മൾ മെർജ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഇത് രണ്ടും എന്താണ്? FDIയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഗ്രീൻഫീൽഡ് അല്ല, ഓൾറെഡി ആ എൻറ്റിറ്റി അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കസ്റ്റമേഴ്സിനെ ബേസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ യൂസ് ചെയ്യുക തുടങ്ങിയ പർപ്പസുമായിട്ടായിരിക്കും അക്യൂസിഷനിലേക്കും മെർജറിലേക്കും പോകുന്നത്. ദെൻ ജോയിന്റ് വെഞ്ചർ. മറ്റൊരു എൻറ്റിറ്റീസുമായിട്ട് ടൈഅപ്പിൽ ഫോറിൻ ഓപ്പറേഷൻസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതാണ് ജോയിന്റ് വെഞ്ചർ. ഇപ്പോൾ നമ്മളുടെ ഒപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി, B ലിമിറ്റഡ് എന്ന് പറയുന്ന ശ്രീലങ്കൻ കമ്പനിയുമായിട്ട് ടൈഅപ്പിൽ ശ്രീലങ്കൻ ഓപ്പറേഷൻസിൽ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ B ലിമിറ്റഡിന് ഓൾറെഡി ശ്രീലങ്കയിൽ ഓപ്പറേഷൻസ് ഉണ്ട്, അവരുടേതായ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്, അവരുടേതായ മാർക്കറ്റിംഗ് ചെയിൻസും എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ജോയിന്റ് വെഞ്ചർ വഴി സാധിക്കും. സോ ഒരു ഫോറിൻ പാർട്ട്ണറുമായിട്ട് ടൈഅപ്പിൽ ബിസിനസ് ഓപ്പറേഷൻസ് എൻ്റർ ചെയ്യുന്നതിനെയാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിലും FDI ഇസ് ദെയർ. ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി മാത്രമേ നമുക്ക് അവിടെ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഡെറിവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. അതാണ് ഇവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള എൻട്രി ബോർഡായിട്ട് പറയാൻ സാധിക്കാത്തത്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദി വാല്യൂസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ് എന്നാണ്. അതായത് ഒരു അണ്ടർലൈങ് അസറ്റിന്മേലുള്ള കോൺട്രാക്റ്റുകൾ, എഗ്രിമെന്റുകൾ, അതുപ്രകാരം വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട്, സ്വാപ്പ് ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് ആൻസർ ഏതാ? Which of the following is not a type of foreign direct investment by mode of entry? That is derivative instruments. അടുത്ത ക്വസ്റ്റ്യൻ: which of the following best describes vertical FDI? FDI പല രീതിയിലാകാം. ഹൊറിസോണ്ടൽ FDI ആകാം, വെർട്ടിക്കൽ FDI ആകാം, കോൺഗ്ലോമറേറ്റ് FDI ആകാം. അങ്ങനെ പല കാറ്റഗറൈസിൽ നമുക്ക് FDI ഡിവൈഡ് ചെയ്യാം. സോ എന്താണ് വെർട്ടിക്കൽ FDI? വെർട്ടിക്കൽ FDI എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓപ്പറേഷൻ എന്താണോ, നമ്മളുടെ ഓപ്പറേഷനിലെ ആ പ്രൊഡക്റ്റിന് തൊട്ട് മുമ്പുള്ള കാര്യം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് ശേഷമുള്ള കാര്യം. റൈറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്ന കമ്പനിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അത് വെർട്ടിക്കൽ FDI ആണ്. സപ്ലൈ ചെയിനിൽ ഇമാജിൻ നമ്മളുടെ പ്രൊഡക്ഷൻ
ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്ഷന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇറ്റ്സ് എ ഫോറിൻ എൻറ്റിറ്റി, ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ എൻറ്റിറ്റി ആണെന്ന് വിചാരിക്കാം. ആ ഫോറിൻ എൻറ്റിറ്റിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ആ സപ്ലൈ ചെയിനിൽ നമുക്ക് തൊട്ട് മുമ്പ് വരുന്ന ആക്ടിവിറ്റിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയാണ്. ഇതിനെയാണ് വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്നാകാം. നമ്മളുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് ശ്രീലങ്ക ബേസ്ഡ് ആയിട്ടുള്ള സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു എൻറ്റിറ്റിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന കമ്പനിയെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ വെർട്ടിക്കൽ FDI ആണ്. സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ നമുക്ക് മുമ്പ് വരുന്ന ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റിയോ ടേക്ക് ഓവർ ചെയ്യുന്നതിനെയാണ് വെർട്ടിക്കൽ FDI എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് വെർട്ടിക്കൽ FDI എന്ന് ചോദിച്ചാൽ, എ കമ്പനി സെറ്റ്സ് അപ്പ് ഐഡന്റിക്കൽ ഓപ്പറേഷൻസ് ഇൻ ഫോറിൻ കൺട്രി. നമ്മളുടെ അതേ ഓപ്പറേഷൻസ് ഫോറിൻ കൺട്രിയിൽ വരുവാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണോ അത് തന്നെ ഫോറിൻ കൺട്രിയിൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് ഹൊറിസോണ്ടൽ FDI. ദെൻ എ കമ്പനി ഇൻവെസ്റ്റ് ഇൻ എ ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ചെയിൻ ഇൻ എ ഫോറിൻ കൺട്രി. ഇതല്ലേ നമ്മൾ പറഞ്ഞത്. ആ ഒരു സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയിൻ ആക്ടിവിറ്റീസിൽ എന്താണ് ഡിഫറെന്റ് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. നമ്മളുടെ സപ്ലയറെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ നമ്മൾ വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് വെർട്ടിക്കൽ FDI വരുന്നത്. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ, വെർട്ടിക്കൽ FDI. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ചൈനീസ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറർ സെറ്റിംഗ് അപ്പ് എ ഫാക്ടറി ഇൻ വിയറ്റ്നാം ടു എക്സ്പോർട്ട് പ്രോഡക്ട്സ് ടു US ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. ഒരു ചൈനീസ് ഇലക്ട്രോണിക് മാനുഫാക്ചറർ ആണ്. ഈ ചൈനീസ് കമ്പനി ഒരു ഫാക്ടറി എവിടെ ക്രിയേറ്റ് ചെയ്യുന്നു? വിയറ്റ്നാമിൽ ക്രിയേറ്റ് ചെയ്യുന്നു. പർപ്പസ് എന്തിനു വേണ്ടിയാ? US എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്. ചൈനയ്ക്ക് ഡയറക്ട്ലി US എക്സ്പോർട്ട് ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് പകരം അവർ US ഡയറക്ട്ലി എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം US നല്ല റിലേഷനുള്ള മറ്റൊരു കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് ആകാം. ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി പോലുള്ള, കസ്റ്റംസ് ഡ്യൂട്ടി പോലുള്ള കാര്യങ്ങളിൽ കുറവുള്ള രാജ്യങ്ങളാകാം. ആ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഒരു യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് പ്ലാറ്റ്ഫോം FDI എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം FDI. സോ സംഭവിക്കുന്നത് എന്താ? ചൈനയിൽ മാനുഫാക്ചർ ചെയ്തു, അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി വിയറ്റ്നാമിൽ പോയിട്ട് ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്തു. ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ നിന്നും എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു? അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. സോ ഇവർ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഇന്റർമീഡിയറി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ അവിടെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും പ്രൊഡക്റ്റ് ഉണ്ടാക്കി എങ്ങോട്ടേക്കാണോ അയക്കേണ്ടത് ആ രാജ്യത്തേക്ക് അയക്കുന്നു. ഇതിനെയാണ് പ്ലാറ്റ്ഫോം FDI എന്ന് പറയുന്നത്. ഡയറക്ട്ലി അയക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ആകാം. ഈ രാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്ലാറ്റ്ഫോം FDI യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മൗറീഷ്യസ് ഇസ് എൻ എക്സാമ്പിൾ. ഇന്ത്യയിലേക്ക് FDI വരുന്നതിൽ മൗറീഷ്യസ് എന്തുകൊണ്ട് ഇത്രയും മുകളിൽ നിൽക്കുന്നു? റീസൺ ഇതാണ്. പ്ലാറ്റ്ഫോം FDI എന്നുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. മൗറീഷ്യസിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ നിന്നും ഇന്ത്യയിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. ഇത് കൂടുതൽ ടാക്സ് ബെനിഫിറ്റുകൾ കിട്ടാനുള്ള കാരണമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മോട്ടീവ് ഫോർ FDI? FDIയുടെ ഒരു മോട്ടീവ് അല്ലാത്ത ഏതാണ്? മാർക്കറ്റ് സീക്കിംഗ്, റിസോഴ്സ് സീക്കിംഗ്, കറൻസി സ്പെക്കുലേഷൻ, സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ്. FDIയുടെ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് മാർക്കറ്റ് സീക്കിംഗ് ആകാം, റിസോഴ്സ് സീക്കിംഗ് ആകാം, സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ് ആകാം. അതായത് മാർക്കറ്റ് സീക്കിംഗ് FDI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള FDI കൂടുതലായിട്ടും മാർക്കറ്റ് സീക്കിംഗ് ആണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ബിക്കോസ് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു മോഡായിട്ടാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് മാർക്കറ്റ് സീക്കിംഗ് FDI എന്ന് പറയുന്നത്. അതേപോലെ റിസോഴ്സ് സീക്കിംഗ് FDI ആകാം. എന്തുകൊണ്ട് ചൈനയിൽ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് പ്ലാന്റ്സ് വരുന്നു? ബിക്കോസ് ലേബർ എന്ന് പറയുന്ന റിസോഴ്സ് അവിടെ ചീപ്പാണ്. അപ്പോൾ കൂടുതൽ അവിടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചീപ്പ് ലേബറിന്റെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ആ റിസോഴ്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണ്ടിയാണ് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് റിസോഴ്സ് സീക്കിംഗ് FDI എന്ന് പറയുന്നത്. അതേപോലെ സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ് FDI. ഏതെങ്കിലും സ്ട്രാറ്റജിക് അസറ്റ്സ്, നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും അസറ്റുകൾ ഒരു പെർട്ടിക്കുലർ നേഷനിലാണ് കൂടുതലായിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ റിസോഴ്സ് ആകാം, അത് റോ മെറ്റീരിയൽ ആകാം, അതൊക്കെ കിട്ടുന്ന രാജ്യം ഇതാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മറ്റു രാജ്യത്ത് അത് കൊണ്ടുവരാൻ പോസിബിൾ അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അതിനെയാണ് സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ് FDI എന്ന് പറയുന്നത്. സോ
ഇത് മൂന്നും FDIയുടെ മോട്ടീവ്സ് ആണ്. പക്ഷേ കറൻസി സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു FDI മോട്ടീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ മാച്ച് ചെയ്യാത്തത് കറൻസി സ്പെക്കുലേഷൻ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, സ്ട്രാറ്റജിക് അക്യൂസിഷൻ ഇസ് പ്രൈമർലി എയിംഡ് അറ്റ്. എന്തിനാണ് സ്ട്രാറ്റജിക് അക്യൂസിഷൻ? ഓക്കെ, സോ അക്യൂറിങ് ആൻ എൻറ്റിറ്റി വിത്ത് ആൻ ഇന്റൻഷൻ, റൈറ്റ്? അതാണ് സ്ട്രാറ്റജിക് അക്യൂസിഷൻ എന്ന് പറയുന്നത്. സോ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ റിട്ടേൺ വേണ്ടിയാണോ? ഒരിക്കലും അല്ല. ഇതൊരു ലോങ് ടൈം ആക്ടിവിറ്റിയാണ്. സ്ട്രാറ്റജിക് അക്യൂസിഷൻ ഒരു കമ്പനി ഏറ്റെടുക്കുകയാണ്, റൈറ്റ്? സോ എൻഹാൻസിങ് ദി അക്യൂറിംഗ് കമ്പനീസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. സ്ട്രാറ്റജി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ നിങ്ങൾ ഓർക്കണം എപ്പോഴും. സ്ട്രാറ്റജി ഈസ് എ കോമ്പറ്റീറ്റീവ് പ്ലാൻ. അതായത് നമുക്ക് നിലനിൽക്കണം, അതിനു വേണ്ടിയുള്ള ആക്ഷൻ പ്ലാനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ അക്യൂസിഷനിലേക്ക് പോകുന്നു. ഒരു കമ്പനിയിൽ ഏറ്റെടുക്കുന്നത് അവരുടെ റിസോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയോ അവരുടെ മാർക്കറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയോ ഒക്കെയാണ്. അത്തരത്തിലുള്ള അക്യൂസിഷനെയാണ് നമ്മൾ സ്ട്രാറ്റജി അക്യൂസിഷൻ എന്ന് പറയുന്നത്. ഫോർ എൻഹാൻസിങ് ദി അക്യൂറിംഗ് കമ്പനീസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അതിനു വേണ്ടിയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സ്ട്രാറ്റജിക് അക്യൂസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് എ ഓൺലി ഓൺഡ് സബ്സിഡറി? ഓൺലി ഓൺഡ്, കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ ദി പാരന്റ് കമ്പനി, അതിനെയാണ് ഓൺലി ഓൺഡ് സബ്സിഡറി എന്ന് പറയുന്നത്. 100% ഷെയർസും പാരന്റ് കമ്പനി ഹെൽഡ് ചെയ്യുന്ന തരത്തിലുള്ള സബ്സിഡറി, അതിനെയാണ് ഓൺലി ഓൺഡ് സബ്സിഡറി എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ലോവർ ഫിനാൻഷ്യൽ റിസ്ക്, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് ഹൈ ആണ്. ലെസ് കൺട്രോൾ ഓവർ ഓപ്പറേഷൻസ്, കൺട്രോൾ ഹൈ ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റിക്വയർസ് ജോയിന്റ് ഓണർഷിപ്പ്. നമുക്ക് ഇവിടെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മറ്റൊരു എൻറ്റിറ്റിയിലേക്ക് പോകുന്നില്ല. ബിക്കോസ് ഇത് നമ്മളുടെ സബ്സിഡറി ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മളുടെ അകത്ത് തന്നെ നിലനിൽക്കും. ഇത് മറ്റൊരു ഹാൻഡിലേക്ക് പോവാതെ തടയുന്നതിന് ഇത്തരം ഓൺലി ഓൺഡ് സബ്സിഡറി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദി റൈറ്റ് ആൻസർ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓക്കെ, സോ നമ്മൾ കുറച്ച് MCQs കണ്ടു. ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില MCQs ആണ് കണ്ടത്. നിങ്ങൾ ഓർക്കുക, നമ്മുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ടൈം ആയിട്ടുണ്ട്. ജൂണിലെ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി കംപ്ലീറ്റ്ലി സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ വിക്ടറി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ്, ദെൻ PYQs, MCQ ഡിസ്കഷൻ എല്ലാം ചേരുന്ന ഒരു കോംപ്രിഹെൻസീവ് ബാച്ചാണിത്. ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് വഴി നമുക്ക് ജൂൺ എക്സാമിനേഷൻ ടാക്കിൾ ചെയ്യാൻ, JRF നേടിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്, മനസ്സിലാക്കുക. സോ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രീൻഫീൽഡ് FDI? ഗ്രീൻഫീൽഡ് FDIയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ് ഗ്രീൻഫീൽഡ് FDI? സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്ക്രാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ്? ഒരു ബിസിനസ് എൻറ്റിറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് സീറോയിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലാണ്, റൈറ്റ്? അതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിനെ കമ്പനിയായിട്ട് ക്രിയേറ്റ് ചെയ്യണം, ആ കമ്പനിയെ വളർത്തിക്കൊണ്ടുവരണം, അതിന്റെ ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ യൂണിറ്റും ഫെസിലിറ്റീസും പ്ലാൻസും എല്ലാം ബിൽഡ് ചെയ്യണം. അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യൻ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രൈമർലി എൻഗേജ് ഇൻ. FIIസിന്റെ പ്രൈമറി ആക്ടിവിറ്റി എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോളിംഗ് ബിസിനസ് ഓപ്പറേഷൻസ് അബ്രോഡ്, പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോക്സ് ആൻഡ് ബോൺസ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ കമ്പനീസ്, ദീസ് ആർ ദി എൻറ്റിറ്റീസ്. ആ എൻറ്റിറ്റീസ് നമ്മളുടെ രാജ്യത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു FII ആണെന്ന് വിചാരിക്കുക. അമേരിക്കയിൽ നിന്നും അവിടുത്തെ ആളുകളുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചിട്ട്, പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്ന് പറയും, പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് കൊടുത്ത് പൈസ സ്വീകരിച്ചിട്ട് ആ പൈസ ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റുകളിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. ലൈക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ ആക്ട് ചെയ്തിട്ട് ആ മ്യൂച്വൽ ഫണ്ട് പോലെ കളക്ട് ചെയ്യുന്ന തുക ഇന്ത്യൻ മാർക്കറ്റുകളിലോ മറ്റ് രാജ്യങ്ങളിലെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസ് ആണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഒരു FDI പോലുള്ള ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇല്ല. അവർ ആ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പാസീവ്ലി ഹെൽഡ് ചെയ്യുന്നു, പ്രൈസ് കുറയുകയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിറ്റ് ഒഴിവാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ് FIIs നടത്തുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അലൗസ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്? ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാതെ അവർക്ക് ഇൻഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അതായത് അവർ ഇൻഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ FIIs വഴി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവരിൽ നിന്ന് ഫണ്ട്സ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മ്യൂച്വൽ ഫണ്ട് ആക്ട് ചെയ്യുന്നത് പോലെ, മ്യൂച്വൽ ഫണ്ട് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ അമേരിക്കയിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന്, അമേരിക്ക ബേസ്ഡ് ആണെങ്കിൽ അമേരിക്കയിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ ഫണ്ട് സ്വീകരിക്കും. ആ ഫണ്ട് സ്വീകരിക്കുന്നത് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് കൊടുത്തുകൊണ്ടാണ്. റൈറ്റ്? സോ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് ആണ് റൈറ്റ് ആൻസർ. പി നോട്ട്സ് എന്ന് പറയാം. ഈ പി നോട്ട്സ് കൊടുത്തിട്ട് ഫണ്ട് സ്വീകരിക്കുകയും ആ ഫണ്ട് ഇന്ത്യൻ മാർക്കറ്റുകളിൽ, ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തത്, വിച്ച് ഓർഗനൈസേഷൻ റെഗുലേറ്റ്സ് FII ഇൻ ഇന്ത്യ? FIIയുമായി ബന്ധപ്പെട്ട് 2 എൻറ്റിറ്റീസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI. അതുകൂടാതെ RBIയുടെ റെഗുലേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. FIIസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയായിട്ട് ആക്ട് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ US ഇൻവെസ്റ്റർ പർച്ചേസിംഗ് ഷെയർസ് ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി ത്രൂ US ലിസ്റ്റഡ് സെക്യൂരിറ്റി ഈസ് ലിസ്റ്റിംഗ്. അതായത് ഇമാജിൻ, ഒരു US ഇൻവെസ്റ്റർക്ക് ഇന്ത്യൻ കമ്പനിയിലെ ഷെയർസ് മേടിക്കണം. ഡയറക്റ്റ്ലി വാങ്ങാൻ സാധിക്കില്ല. പകരം അവർക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇന്ത്യൻ കമ്പനിക്ക് US മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ കമ്പനീസിന് ഡയറക്റ്റ്ലി US സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. പകരം എന്ത് ചെയ്യും? ഇവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ADR എന്ന് പറയും, അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസിപ്റ്റ്. അതായത് ഇവരുടെ ഷെയർസ് അമേരിക്കയിലുള്ള ഡെപ്പോസിറ്ററി ബാങ്കിന് കൊടുക്കുന്നു. ഷെയർസ് കൊടുക്കുന്നതിന് പകരമായിട്ട് അമേരിക്കൻ ഡെപ്പോസിറ്ററി ബാങ്ക്സ് ADR ഇഷ്യൂ ചെയ്യും, അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. ഈ അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസിപ്റ്റ് വിൽ ബി ഡിനോമിനേറ്റഡ് ഇൻ, അവരുടെ ഷെയർ വാല്യൂലായിരിക്കും ഇത് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ആ ഓരോ ഷെയറിന്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും ഈ ADRന്റെ ഡിനോമിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ADR അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം. അപ്പോൾ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിന് ADR വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. സോ ക്വസ്റ്റ്യൻ അതാണ്, എ US ഇൻവെസ്റ്റർ പർച്ചേസിംഗ് ഷെയർസ് ഇൻ ആൻ ഇന്ത്യൻ കമ്പനി ത്രൂ US ലിസ്റ്റഡ് സെക്യൂരിറ്റി. ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസ് അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിരുന്ന സെക്യൂരിറ്റി ആയിട്ട് വാങ്ങണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ADR ആയിട്ട് മാത്രമേ സാധിക്കൂ. അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും വാങ്ങുന്നത്. റൈറ്റ്. Then which of the following correctly describes external commercial borrowing? External commercial borrowing എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് എടുക്കുന്ന എക്സ്റ്റേണൽ ലോൺസിനെയാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ഫോറിൻ ബാങ്കുകളിൽ നിന്നോ ഒക്കെ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്ന് പറയുന്നത്. സോ ലോൺ റേസ്ഡ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഫ്രം ഫോറിൻ സോഴ്സസ്, ദാറ്റ് ഇസ് റൈറ്റ്. ഫോറിൻ സോഴ്സസിൽ നിന്നും ഇന്ത്യൻ കമ്പനികൾ എടുക്കുന്ന ലോൺസ്, അതാണ് ECB, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കീ ബെനിഫിറ്റ് ഓഫ് ECB? എന്തുകൊണ്ട് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്? എന്തിനു വേണ്ടി ഇത് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ടെന്യൂർ, ലോങ് ടേമിലേക്ക് നമുക്ക് ലോൺ കിട്ടും. രണ്ടാമതായിട്ട് വലിയൊരു തുക, ഒരു ഹ്യൂജ് എമൗണ്ട് ലോണായിട്ട് എടുക്കാൻ സാധിക്കും. ഇന്ത്യൻ ബാങ്കുകൾ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ, ഇന്ത്യൻ ബാങ്കുകളിൽ നിൽക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ അവർക്ക് ലോൺ എടുക്കാൻ സാധിക്കും. വലിയ തുക ലോൺ എടുക്കാൻ സാധിക്കും. ഡ്യൂറേഷൻ കൂടുതൽ കിട്ടും. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്ങിന്റെ അഡ്വാൻറ്റേജസ്. സോ തന്നിരിക്കുന്നതിൽ റിഡക്ഷൻ ഇൻ ഫോറിൻ കറൻസി റിസ്ക് അല്ല, അസസ് ടു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പയർഡ് ടു ഡൊമസ്റ്റിക് ബോറോയിങ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഫൈനലി വൺ മോർ ക്വസ്റ്റ്യൻ, FDI ഇൻ ഇന്ത്യാസ് മാനുഫാക്ചറിംഗ് സെക്ടർ ഹാസ് ലാർജ്ലി ബീൻ. ഏത് രീതിയിലുള്ള FDI ആണ് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ കൂടുതലായിട്ടുള്ളത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് മാർക്കറ്റ് സീക്കിംഗ് FDI ആണ്. മാർക്കറ്റ് നേടിയെടുക്കുക എന്നുള്ള പർപ്പസുമായിട്ടാണ് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് സെക്ടറിൽ FDI കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, സോ ഓർക്കുക, മാർക്കറ്റ് സീക്കിംഗ് FDI ആണ്. സോ മാനേജ്മെന്റ് ആസ്പിരൻസിന് വേണ്ടി മാനേജ്മെന്റ് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പർ 2 കോച്ചിങ് കോമ്പറ്റേറ്റീവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നേരത്തെ നമ്മൾ ജനറൽ പേപ്പറുമായി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുമ്പിൽ വളരെ കുറച്ച് ടൈമാണുള്ളത്. ഈ ടൈമിനിടയിൽ കൃത്യമായിട്ട് കവർ ചെയ്യാവുന്ന രീതിയിലുള്ള നോട്ട്സും PYQസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കോംപ്രഹെൻസീവ് ബാച്ച് ആണ് കോമ്പറ്റേറ്റീവ് ക്ലാക്കർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. സോ താങ്ക് യു എവരി വൺ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. ബൈ.